ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കണിച്ചുളങ്ങര ദേവീ ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധപ്പെട്ട 7 വരി കൈത സങ്കേതത്തിൻ്റെ മുന്നിലാണ്. നമുക്കതിൻ്റെ ഉള്ളിലോട്ട് പോയി അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. കണിച്ചുളങ്ങര ക്ഷേത്രത്തിൻ്റെ കുറച്ച് തെക്കോട്ട് മാറി കിഴക്ക് വശത്തായിട്ടാണ് ഈ 7 വരി കൈത സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. സാധാരണ കൈതകൾക്ക് 3 വരി മുള്ളുകളാണ് ഉള്ളത്. എന്നാൽ ഇവിടുത്തെ കൈതയ്ക്ക് 7 മുതൽ 21 വരി വരെയുള്ള മുള്ളുകളാണ് ഉള്ളത്. ഈ 7 വരി കൈതയുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യമുണ്ട്. അതിങ്ങനെയാണ്. പണ്ടൊരിക്കൽ ഒരു ഋതുമതിയായ സ്ത്രീ തഴപ്പായ നെയ്യുന്നതിനായി ഇവിടെ കൈതോല മുറിക്കുവാനായി എത്തുകയും തൻ്റെ സങ്കേതം അശുദ്ധമായതിനാൽ ദേവിയുടെ കോപത്തിന് വിധേയമാവുകയും ആ സ്ത്രീ ബോധരഹിതയായി വീഴുകയും ചെയ്തു. പിന്നീട് ബോധമുണർന്നപ്പോൾ അവർ കാണുന്ന കാഴ്ച അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു. 3 വരിയുള്ള കൈത മുഴുവൻ 7 വഴി മുള്ളുകൾ പടർന്നിരിക്കുന്നു. സാധാരണ തഴപ്പായി നെയ്യുന്നതിന് 3 വഴി മുള്ളുകൾ കളഞ്ഞിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഈ കൈത ഓലയിൽ മുഴുവൻ മുള്ളുകളായതിനാൽ തഴപ്പായ ഉണ്ടാക്കാൻ സാധിക്കാതെയായി. തൻ്റെ സങ്കേതത്തിലെ കൈത വേറെ ഒന്നിനും ഉപയോഗിക്കരുതെന്നാണ് ദേവിയുടെ ഇച്ഛയെന്ന് ഭക്തർ മനസ്സിലാക്കി. അതുകൊണ്ട് ഈ സ്ഥലം 7 വരി കൈത സങ്കേതം എന്ന പേരിൽ സംരക്ഷിച്ചു പോരുന്നു. ഇവിടെ കണ്ട മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ വരുന്ന ഭക്തർ ഈ കൈതോലയുടെ തുമ്പ് കെട്ടി പ്രാർത്ഥിക്കുന്നു എന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കാണുന്ന എല്ലാ കൈതകളുടെ തുമ്പും ഇതേപോലെ കെട്ടി ഇട്ടിരിക്കുകയാണ്. നമ്മൾ തുമ്പ് കെട്ടാൻ നോക്കിയിട്ട് ഒരെണ്ണം പോലും ഇല്ല. എല്ലാം നോക്കി കിളുത്ത് വന്ന കുഞ്ഞുതായത് തൊട്ട് എല്ലാ ആൾക്കാർ കെട്ടിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തുമ്പ് കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ആഗ്രഹമാണോ സാധിക്കാനായിട്ട് അത് വിചാരിച്ച് കെട്ടിയാൽ നടക്കുമെന്നുള്ളതാണ്. അതുമാണ് എല്ലാവരും കെട്ടിയിരിക്കുന്നത്. അങ്ങനെ വല്ല കെട്ടിയാ ഉള്ളിന്നാ? എങ്ങനെ ഇങ്ങനെ കയറി വന്നാ? അങ്ങനെ കുറേ തപ്പി വന്നപ്പം എനിക്ക് ഒരെണ്ണം കിട്ടി, ഒരു തുമ്പ്. അപ്പം ഞാനും ഒരെണ്ണം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.